ഹൈ ഫ്രണ്ട്സ്, എല്ലാവർക്കും നമസ്കാരം. വെൽക്കം ബാക്ക് ടു ജെയിം ജേണി. ഹൃദയപൂർവ്വം ലാലേട്ടന്റെ സിനിമകൾ പലതും വരാനുണ്ടെങ്കിലും, മലയാള സിനിമ തന്നെ പലതും വരാനുണ്ടെങ്കിലും, ഹൃദയപൂർവ്വം എന്ന് പറയുന്ന സിനിമയ്ക്ക് പ്രത്യേകതയുണ്ട്. എന്താണ് ആ പ്രത്യേകത? എല്ലാവരും കാത്തിരിക്കുന്ന ഒന്നാമത്തെ കാര്യം എന്ന് പറയുന്നത് ലാലേട്ടൻ സത്യനന്ദക്കാട് മൂവി എന്നുള്ളത് തന്നെയാണ്. എന്നാൽ അതിനപ്പുറത്തേക്ക് പറഞ്ഞു കേൾക്കുന്ന ഒരു കാര്യം എന്ന് പറയുന്നത്, സത്യനന്ദിക്കാട് ലാലേട്ടൻ വരുന്ന സമയത്ത് ഓക്കെ, ഒരു ഫീൽ ഗുഡ് മൂവി ആയിരിക്കാം. സത്യനന്ദക്കാട് സിനിമകൾ നമുക്കറിയാം, ആ സിനിമ മറ്റേ സിനിമ അവർ മുമ്പ് വന്നപ്പോഴുള്ള കുറെ കാര്യങ്ങൾ ഇങ്ങനെയൊക്കെ ഉണ്ടെങ്കിലും, കുറച്ചായിട്ട് പല ആളുകളും പല പോസ്റ്റേഴ്സും കാര്യങ്ങളൊക്കെ ഡീകോഡ് ചെയ്ത് പറയുന്ന കാര്യം സംതിങ് ഫിഷി. ഇതല്ലാതെ എന്തോ ഒന്ന് ഇതിൽ മറച്ചു വെച്ചിട്ടില്ലേ? സത്യനന്ദിക്കാട് എന്തോ ഒരു സർപ്രൈസ് ഒരുക്കിയിട്ടില്ലേ എന്നുള്ളൊരു ചോദ്യം. പേഴ്സണലി എനിക്കും ആ ചോദ്യമുണ്ട്. ആ ചോദ്യത്തിന്റെ മറുപടി നാളെ 5 മണിക്ക് ഏകദേശം ഒരു പക്ഷേ അറിഞ്ഞേക്കാം. ഉറപ്പ് പറയാൻ പറ്റില്ല, കാരണം നാളെ 5 മണിക്ക് വരുന്നത് ടീസറാണ്, ട്രെയിലർ അല്ല. ട്രെയിലർ ആണെങ്കിൽ ഏകദേശം രൂപ ഐഡിയ കിട്ടും, ആ ഫ്ലേവർ എന്താണെങ്കിലും നമുക്ക് ഐഡിയ കിട്ടും. ബട്ട് നാളെ വരുന്നത് ടീസറാണ്. ബട്ട് എന്താണ് ആ സിനിമയുടെ ഒരു പരിപാടി, ലാലേട്ടന്റെ ക്യാരക്ടർ ഏത് ടൈപ്പ് ഒരു പരിപാടിയാണ് പിടിച്ചിട്ടുള്ളത്, ഒരു ആറ്റിറ്റ്യൂഡ് എന്താണ് വരുന്നത് തുടങ്ങിയിട്ടുള്ള കാര്യങ്ങളൊക്കെ നമുക്ക് അതിലൂടെ മനസ്സിലാവും തന്നെ വിചാരിക്കാം. ഇതാണ് പോസ്റ്റർ. ഒഫീഷ്യൽ ടീസർ ഔട്ട് ടുമോറോ അറ്റ് 5 PM എന്നാണ് പറഞ്ഞിട്ടുള്ളത്. ദ ഒഫീഷ്യൽ ടീസർ ഓഫ് ഹൃദയപൂർവ്വം ഡ്രോപ്പ് ടുമോറോ അറ്റ് 5 PM. ഗെറ്റ് റെഡി ടു വിറ്റ്നസ് എ ടെയിൽ ദാറ്റ് സ്പീക്സ് ടു ദ ഹാർട്ട്. സ്റ്റേ ട്യൂൺ. ഹൃദയപൂർവ്വം ടീസർ എന്ന് പറഞ്ഞിട്ടുണ്ട്. പോസ്റ്ററിലേക്ക് നോക്കുകയാണെങ്കിൽ നല്ല കേടലും കിണ്ണം കാച്ചി കിഡ്ലാപ്പി കിക്കാച്ചി സുപ്രാച്ചി ഫോട്ടോ പടം ആണ് കൊടുത്തിരിക്കുന്നത്. ലാലേട്ടന്റെ മുഖത്ത് നോക്കുകയാണെങ്കിൽ നമുക്കറിയാം ആ ഒരു പുച്ഛം, കളിയാക്കൽ, അല്ലെങ്കിൽ ഇതെന്ത് കൊല പഴിപ്പിക്കാൻ വെച്ചിരിക്കുന്നത് ചന്ദ്രലയിൽ ചോദിക്കുന്ന സമയത്തുള്ള ചില എക്സ്പ്രഷൻസ് ഉണ്ട്. ഭയങ്കര രസമാണ് കാണാൻ. അത് ഓരോ നടനും ഓരോ സംഭവങ്ങൾ ഉണ്ടാവും. ലാലേട്ടൻ ഇത്തരം സാധനങ്ങൾ കാണിച്ചു കാണാൻ ഭയങ്കര രസം. ചന്ദ്രലേഖയിൽ കൊണ്ട് ഉടനീളം ഇത്തരം സാധനങ്ങൾ ലാലേട്ടന്റെ ഭാവങ്ങളിൽ വരുന്നുണ്ട്. കാക്കക്കുയിൽ, അതുപോലെ നമ്മുടെ തേന്മാവിൻ കൊമ്പത്ത്, ഒരു ഒരു സാധനം ഉണ്ട്, നമുക്ക് കാണിക്കാൻ കഴിയില്ല. ഇപ്പൊ അതിന്റെ ചെറിയൊരു ലൈറ്റ് ഷെയ്ഡാണ് ഇവിടെ പുള്ളി കൊടുത്തിട്ടുള്ളത്. ഈ കണ്ണ് കുറച്ച് ചെറുതായി, ചുണ്ടിങ്ങനെ കുറച്ച് കോടി, ആ ഒരു സംഭവം. അതായത് അപ്പുറത്ത് ആരെ വീഡിയോ കോൾ ചെയ്തുകൊണ്ടിരിക്കുകയാണ്. മൊബൈൽ ഐഫോൺ ആണെന്ന് തന്നെയാണ് എന്റെ വിശ്വാസം. 3 ക്യാമറയൊക്കെ ഉണ്ട്, ഐഫോൺ തന്നെയാണ്. ഏതാണ് 16 Pro ആണോ, 16 ആണോ, 15 ആണോ, 15 Pro ആണോ ഒന്നും അറിയത്തില്ല. എന്നതായാലും സംഭവം കൊള്ളാം. ആ ഒരു നീല, നല്ല നേവി ബ്ലൂ ആണത്. എന്തായാലും നീല നേവി ബ്ലൂ അല്ല, കട്ട ബ്ലൂ ആണ് തോന്നുന്നു. എന്തായാലും ആ സംഭവം, താടിയും മൊത്തത്തിലുള്ള മുടിന്റെ സ്റ്റൈലും പരിപാടികളൊക്കെ നല്ല രസമുണ്ട് കാണാൻ. മുഖത്തേക്ക് ലൈറ്റ് അടിച്ചിട്ടുള്ള ഇതൊക്കെ നല്ല ഭംഗിയുണ്ട് കാണാൻ. ഞാൻ പറഞ്ഞത് എന്താണ് പ്രത്യേകം അങ്ങനെ എടുത്ത് പറയാൻ കാരണം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ, പുള്ളിക്കാരൻ കുറെ ആയിട്ട് താടി വെച്ചിങ്ങനെ നടക്കുകയാണല്ലോ. ഹൃദയപൂർവ്വത്തിലാണ് ഇപ്പൊ താടി നല്ല ഡ്രിം ആയിട്ട് വരുന്നത്. ട്രിം ചെയ്തു എന്നുള്ളത് മാത്രമല്ല, മേ ബി ഇനി മറ്റേ നമ്മുടെ L365 പോലീസ് ആയതുകൊണ്ട് ക്ലീൻ ഷേവിലും കാണാം. അതിന് പൊളിക്കും. ഇത് നല്ലതായിട്ട് നന്നായിട്ട് മാച്ച് ആവുന്നുണ്ട്. താടി വെച്ചുകൊണ്ട് മാത്രമല്ല, ഹൃദയപൂർവ്വത്തിൽ വരുമ്പോൾ ഇത് ഏകദേശം ആളുകൾക്ക് ഓക്കെ ആയി തുടങ്ങും. അത് കഴിഞ്ഞ് L365 വരുമ്പോൾ നമുക്ക് അക്സെപ്റ്റ് ചെയ്യാവുന്നതേ ഉള്ളൂ. കാരണം ഭയങ്കരമായിട്ട് ഈ ഒടിയൻ ആലോചിക്കുമ്പോഴേക്ക് സംവിധായകന്റെ പേര് പോട്ടെ, അതിലേക്ക് നമ്മൾ പോകണ്ട, അത് നമുക്ക് മറക്കാം. ഇരിക്കുന്നത് ഏതോ റൂമിലാണ്. എന്തായാലും എനിക്ക് ഹൃദയപൂർവ്വത്തിന്റെ തൊട്ട് മുമ്പ് ലാലേട്ടൻ തന്നെ പോസ്റ്റിട്ടുള്ള, അല്ലെങ്കിൽ ഇവർ ഒഫീഷ്യലി ഇറക്കിയിട്ടുള്ള ആ ഒരു പോസ്റ്റർ, ഈ ഒരു പോസ്റ്റർ, ഇത് മാത്രമാണ് എനിക്ക് ഇതിൽ ഇഷ്ടപ്പെടാത്തത്. വേറൊന്നുമല്ല, പോസ്റ്റർ മൊത്തത്തിൽ കാണാൻ നല്ല ഭംഗിയുണ്ട്. നമ്മൾ പ്രതീക്ഷിക്കുന്ന പോലെ ഒരു ഫീൽ ഗുഡ് മൂവിക്ക് പറ്റിയിട്ടുള്ള കളറിങ്ങും പരിപാടികളും ഒക്കെയാണ്. പക്ഷേ അവിടെ ലാലേട്ടന്റെ മകൻ, ലാലേട്ടന്റെ ക്യാരക്ടർ എന്ന് പറയുന്നത് കേട്ടോ, കാല് പിടിച്ച് വലിച്ച് നടു ഇങ്ങനെ പുറങ്ങാൻ തള്ളി പിടിക്കുക. പക്ഷെ അതിന്റെ എക്സ്പ്രഷൻ മുഖത്ത് കാണാനില്ല. ഒരു പക്ഷേ ഇവൻ എന്ത് തേങ്ങണി കാണിക്കണം എന്നുള്ള രീതിയിലായിരിക്കാം. ബട്ട് എന്തോ ഒരു എക്സ്പ്രഷൻ ഒന്നും ഇല്ലാതെ നിൽക്കുന്ന പോലെ എനിക്ക് ഫീൽ ചെയ്തിരുന്നു. ആ പോസ്റ്റർ റിയാക്ട് പറഞ്ഞിട്ടുണ്ട്. പക്ഷെ ഇവിടെ വരുമ്പോൾ അവിടെയാണ് നമ്മുടെ ലാലേട്ടൻ തിരിച്ചു വരുന്നത്. ലാലേട്ടന്റെ ആ മുഖത്തുള്ള സാധനവും കാട്ടിക്കുട്ടലുകളും പരിപാടികളും, ഈവൻ തുടരും സിനിമയിൽ നമ്മൾ ഒരുപാട് നല്ല അഭിനയ മുഹൂർത്തങ്ങൾ കാണാൻ ഇടയായി. എന്ത് പെർഫോമൻസ് ആണ് പുള്ളിക്കാരൻ. അത്തരത്തിലൊരു കിടലും പെർഫോമൻസ് ഹൃദയപൂർവ്വത്തിലും വരും എന്ന് തന്നെ വിശ്വസിക്കുന്നു. കാരണം ലാലേട്ടന്റെ എക്സ്ട്രീം ലെവൽ എന്താണെന്നൊക്കെ അറിയുന്ന ഒരു സംവിധായകനാണ് സത്യനന്ദിക്കാട്. പുള്ളിക്കാരൻ അത് മാക്സിമം ഊട്ടിപ്പിഴിഞ്ഞെടുക്കും എന്ന് തന്നെ വിചാരിക്കാം. ആൻഡ് എക്സൈറ്റ്മെന്റ് പാർട്ട് എന്താണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ, പേഴ്സണലി എന്നെ സംബന്ധിച്ചിടത്തോളം, ഈ പറയുന്ന പോലെ എല്ലാവരും പ്രതീക്ഷിക്കുന്ന സത്യനന്ദിക്കാട് ലാലേട്ടൻ തിരിച്ചു വരുന്നെന്ന് പറയുമ്പോൾ, ഇവരെല്ലാവരും കൂടെ പണ്ട് ചെയ്തു വെച്ചിട്ടുള്ള സിനിമകൾ, അത്തരത്തിലൊരു ഫീൽ ഗുഡ് സംഭവം, അതേ പരിപാടി വീണ്ടും തരിക, അങ്ങനെയാണെങ്കിൽ അവർ വീണ്ടും റീയൂണൈറ്റ് ചെയ്യേണ്ട ആവശ്യമില്ല എന്നുള്ളതാണ് എൻ്റെ ഒരു തോന്നൽ. കാരണം ഇവർ ചിന്തിക്കുകയാണ്, പ്രേക്ഷകൻ ചിന്തിക്കുന്ന സാധനങ്ങളൊക്കെ നമുക്ക് കൊടുക്കണം, അങ്ങനത്തെ പാർട്ടുകളും നല്ല മുഹൂർത്തങ്ങളൊക്കെ കൊടുക്കണം, നല്ല ഫീൽ ഗുഡ് ആയിട്ടുള്ള കുറെ സംഭവങ്ങളൊക്കെ വേണം. പക്ഷേ നമ്മൾ വീണ്ടും ഒന്നിക്കുന്നു എന്തിന്? അതിനൊരു സ്പെഷ്യാലിറ്റി വേണ്ടേ? അതുകൊണ്ടൊരു ഒരു ഒരു സർപ്രൈസ് ഇവർക്ക് കൊടുത്താലോ എന്നൊക്കെ ഇവർ ചിന്തിച്ചാലോ? അങ്ങനെ വന്നാൽ അത് പൊളിക്കും. എന്തായാലും
എന്താണെന്നുള്ള എന്തെങ്കിലും ഒരു ക്ലൂ, ഏത് രീതിയിലാണ് ഇതിന്റെ പോക്ക് എന്നുള്ള എന്തെങ്കിലും ഒരു ക്ലൂ നാളെ അറിയുന്ന ഞാൻ വിചാരിക്കുന്നു. ആൻഡ് ഐ തിങ്ക് ഈ പോസ്റ്റർ ഇങ്ങനെ തന്നതുകൊണ്ട് ഇതിൽ കാണുന്ന പോലെ ഒരു വീഡിയോ കോളിൽ ലാലേട്ടൻ കരുതുന്ന എന്തെങ്കിലും പറയുന്ന ഡയലോഗോ പരിപാടികളോ ആകാം. അതാവാനുള്ള സാധ്യതയുണ്ട്. വീഡിയോ കോളിൽ അവരോട് വരുന്നു, ലാലേട്ടൻ ഇവിടെ ഈ റൂമിൽ ഇരുന്നിട്ട് ഇതേ പരിപാടി ഈ ഒരു പുച്ഛത്തോടെ അല്ലെങ്കിൽ കളിയായിക്കൊണ്ട് അല്ലെങ്കിൽ രസത്തോടെ എന്തെങ്കിലും ഡയലോഗുകൾ പറയുന്നു. അതായിരിക്കാം മേ ബി ഹൃദയപൂരത്തിന്റെ ടീസർ എന്ന് തോന്നുന്നു. എന്തായാലും നിങ്ങളുടെ അഭിപ്രായങ്ങൾ കമന്റിൽ രേഖപ്പെടുത്തുക. താങ്ക് യു സോ മച്ച് വാച്ചിങ് ദിസ് വീഡിയോ. അടുത്ത വീഡിയോ കാണുന്നവരെ.